എവിടെ പോകും എന്നതായിരിക്കും യാത്രകൾ തുടങ്ങുന്നതിന് മുമ്പത്തെ പ്രധാന ആലോചന. എന്നാൽ യാത്ര തീരുമ്പോഴേക്കും യാത്രയിലെ സംഭവങ്ങളായി ആ ആലോചന മാറുകയും ചെയ്യും. നിങ്ങളെ വട്ടാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന, സന്തോഷപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളുടെ പാക്കേജ് ആയിരിക്കും മിക്കവാറും യാത്രകളും. യാത്രയിലെ അമളികൾക്കും കുറവുണ്ടാവില്ല. ഇന്ത്യക്കാരായ യാത്രക്കാരുടെ വിചിത്ര രീതികളും പൊതുവായ മറവികളുമെല്ലാം എന്താണെന്ന് Booking.com-ഉം യൂഗയും ചേർന്ന് നടത്തിയ ഒരു സർവേയിലൂടെ വാർത്തയായിരിക്കുകയാണ്. രസകരമായ ഈ കണ്ടെത്തലുകൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യക്കാരായ യാത്രികർ ഭൂരിഭാഗം പേരും യാത്ര ചെയ്യുമ്പോൾ മറക്കുന്ന കാര്യം എന്താണെന്നോ? ഫോൺ ചാർജറുകൾ അല്ലെങ്കിൽ അഡാപ്റ്ററുകൾ. ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റുകളും മറക്കുന്നവരും മരുന്നും ഇയർഫോണും മറക്കുന്നവരും ഒട്ടും പിന്നിലല്ല. കുട, സൺഗ്ലാസ്, പ്രധാന യാത്രാരേഖകൾ എന്നിവയെല്ലാം മറക്കുന്നവരും കുറവല്ല. അതുകൊണ്ട് ഇനി യാത്രക്കിറങ്ങുമ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എടുത്തിട്ടില്ലേ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് നോക്കിക്കോളൂ. എടുക്കാൻ മറക്കുക മാത്രമല്ല, യാത്ര പോയ സ്ഥലത്ത് കൊണ്ടുപോയ സാധനങ്ങൾ മറന്നു വെച്ച് വരുന്നവരും നമുക്ക് പുത്തരിയല്ല. ഏതാണ്ട് പകുതി പേരും സോക്സ്, ഷർട്ട്, ടോപ്പ് തുടങ്ങിയ വസ്ത്രങ്ങളിൽ എന്തെങ്കിലും മറക്കുന്നവരാണ്. ഇയർഫോൺ, ചാർജറുകൾ, പവർ ബാങ്ക്, കണ്ണട, ആഭരണങ്ങൾ എന്നിവയാണ് മറന്നുപോകുന്ന മറ്റു പ്രധാന സാധനങ്ങൾ. ഇന്ത്യക്കാരായ യാത്രികരെ കുറിച്ച് വിദേശികളുടെ പ്രധാന പരാതി എന്താണെന്ന് ചോദിച്ചാൽ ഹോട്ടൽ അധികൃതർ പൊതുവിലായി ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മുറിയിലെ സോപ്പും ചീപ്പും ബ്രഷും ഷാമ്പുവും ടർക്കിയും വരെ അടിച്ചു മാറ്റുന്നതാണ്. ഇക്കാര്യം സർവേയിൽ പങ്കെടുത്ത 44% പേരും സമ്മതിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു അത്ഭുതം. കാപ്പി, ചായ ബാഗുകൾ, ചെരുപ്പ്, പത്രം എന്നിവയും ഇന്ത്യക്കാർ അടിച്ചു മാറ്റുന്ന സാധനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. യാത്രക്കിടെ എന്തൊക്കെയാണ് ഭക്ഷണമായി കൂടുതലും കരുതുക എന്ന കാര്യവും സർവേ ഭാഗമായി ചോദിച്ചറിഞ്ഞിരുന്നു. ബിസ്ക്കറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്, മിഠായി എന്നിവയാണ് യാത്രക്കിടെ കൊണ്ടുപോകുന്ന പ്രധാന ഭക്ഷണങ്ങൾ. 37% ഇന്ത്യക്കാരും യാത്രക്കിടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൂടെ കരുതുന്നവരാണ്. യാത്രക്കിടെ സംഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ യാത്രാ ടിക്കറ്റ് ക്യാൻസൽ ആകുന്നതും യാത്രകൾ വൈകി പോകുന്നതുമാണ്. പ്രധാന പ്രശ്നമായി എടുത്തു പറയുന്നതും ഇത് തന്നെയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്രാ പദ്ധതികൾ കുളമാവുന്നതും പറ്റിയ ഭക്ഷണം ലഭിക്കാത്തതും പ്രതീക്ഷിച്ചതിലേറെ തിരക്കിലായി യാത്ര മാറിപ്പോകുന്നതും ഹോട്ടലിലെ സഹതാമസക്കാരുടെ ബഹളങ്ങളുമെല്ലാം പ്രധാന പ്രശ്നങ്ങളായി യാത്രക്കാർ എടുത്തു പറയുന്നുണ്ട്. യാത്രക്കിടെ ഹോട്ടൽ മുറി തെറ്റിപ്പോകുന്നത് സർവ്വസാധാരണമെന്നാണ് സർവേ പറയുന്നത്. ഏതാണ്ട് 42% യാത്രക്കാർക്കും ഹോട്ടൽ മുറി തെറ്റിപ്പോയ അനുഭവമുണ്ട്. പ്രാദേശിക ഭാഷ സംസാരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അനുഭവം 52%-നുണ്ട്. യാത്രയുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും വാങ്ങുന്ന സ്വഭാവം 64% പേർക്കുമുണ്ട്. പ്രാദേശിക വിപണിയിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നുമൊക്കെയാണ് പലരും സാധനങ്ങൾ വാങ്ങാറ്. സമ്മർ ട്രാവൽ റിസൾട്ട്സ് 2025 എന്ന പേരിലാണ് Booking.com-ഉം ഗവൺമെന്റും ചേർന്ന് സർവേ നടത്തിയത്. ഇന്ത്യയിലെ 10-ലേറെ നഗരങ്ങളിൽ 1000-ലേറെ പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തത്. ഓരോ നഗരത്തിലും 100-ലേറെ പേർ സർവേയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഡൽഹി, NCR, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, പൂനെ, ഹൈദരാബാദ്, ബംഗളൂരു, അഹമ്മദാബാദ്, ലക്നൗ, ജയ്പൂർ എന്നീ നഗരങ്ങളിലെ യാത്രക്കാരാണ് സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2025 ഏപ്രിൽ മെയ് കാലയളവിലായിരുന്നു സർവേ നടത്തിയിരുന്നത്.